രാമചന്ദ്രൻ അത് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലാണ് ഒരുപക്ഷെ അത് അത്രയ്ക്ക് ഒരു വലിയ വാർത്തയാക്കി മാറ്റിയത്. ആ ഇടപെടൽ ഒരു വ്യവസായ സംരംഭകന്റെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിലുണ്ടായ ശ്രീ ലോറൻസ് തന്നെ പിന്നീട് പറഞ്ഞ എല്ലാ ദിവസവും അദ്ദേഹത്തിന് വന്നത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചിരുന്നു. എല്ലാ ദിവസവും അത് ചെയ്യലല്ല എൻ്റെ പണി എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത് ഗുണമായോ അതോ ആ പ്രശ്നത്തെ വഷളാക്കാൻ സാധിച്ചു? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ സാമ്പത്തിക മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പലപ്പോഴും വ്യവസായ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഉണ്ടായി. വ്യവസായ സ്ഥാപനങ്ങൾ അടച്ച് ആളുകൾ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കാലത്ത് പോലും വളരെ ഭംഗിയായി കേരളത്തിൽ വിജയകരമായി ഒരു ഇൻഡസ്ട്രി തുടങ്ങി അതിൽ നിന്ന് വേരീഡായിട്ടുള്ള പല ഇൻഡസ്ട്രീസും തുടങ്ങുകയും അനേകം പേർക്ക് ജോലി കൊടുക്കുകയും ചെയ്ത് ഒരു മാതൃകാപരമായിട്ട് വ്യവസായം നടത്തി എങ്ങനെ വിജയിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരാളാണ് കൊച്ചൗസേപ്പ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു തൊഴിലാളി വിരുദ്ധനെന്നോ അല്ലെങ്കിൽ ഗുണ്ടകളെ ഇറക്കി ചെയ്യിപ്പിക്കുന്ന ആളെന്നോ പറയുന്നത് ശരിയല്ല. പിന്നെ സാമൂഹ്യമായ ചില നീതികൾക്ക് അതീതമായിട്ടുള്ള ചില പാർട്ടികളുടെ പ്രവർത്തന മേഖലയിലേക്ക് വ്യവസായ മേഖലയിലേക്ക് അവർ ആക്രമിച്ച് കടക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടത് സമൂഹത്തിലെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അത് തന്നെ കൊച്ചൗസേപ്പ് ചെയ്തു എന്ന് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അങ്ങനെ സാധാരണ രീതിയിൽ ഫർണിച്ചർ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പം ഇറക്കുന്ന ആൾ ഇതേപോലെ സംഘർഷകരമായ ഒരു അവസരത്തിൽ പിന്തിരിഞ്ഞ് പോകാറുണ്ട്. കൊച്ചൗസേപ്പ് ഇത് പിന്തിരിഞ്ഞില്ല. പുള്ളി അതിനെ ചെറുത്ത് നിൽക്കാൻ സാധിച്ചു. അതൊരു നാട്ടിലെ വലിയൊരു ഒരു സംസാര വിഷയമായി. അതിനെക്കുറിച്ച് ഒത്തിരി വാദപ്രതിവാദങ്ങൾ നടന്നു. എന്തായാലും ആ രീതിയിലുള്ളൊരു വ്യവസ്ഥയെ മാറ്റേണ്ടത് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതാണ്, തൊഴിലാളികൾക്കും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ശ്രീ സേതു, ഇവിടെ ശ്രീ എം ലോറൻസ് പ്രതിനിധാനം ചെയ്യുന്ന സംഘടന പോലും എതിർക്കുന്ന ഒരു സമ്പ്രദായമാണ് നോക്കുകൂലി. അവിടെ നോക്കുകൂലി സംഭവിച്ചിട്ടില്ല, നോക്കുകൂലി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന വാദം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങളിൽ വ്യവസായ സംരംഭകൻ അല്ലെങ്കിൽ ഉടമ തന്നെ നേരിട്ടിടപെട്ട് അതിനകത്തൊരു ആ പ്രശ്നത്തിൽ വേറൊരു വഴിക്ക് അതിനെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ എങ്ങനെ കാണുന്നു? ഇതിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും പറയും കേരളത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല. ആകെ ഉണ്ടാകുന്ന കുറേ സ്വർണ്ണക്കടകളും കുറേ തുണിക്കടകൾ, അതായത് വ്യാപാരം, കൺസ്യൂമറിസം, ഉപഭോഗ സംസ്കാരം, വ്യവസായം വേണി എല്ലാവരും തമിഴ്നാട്ടിൽ പോകണം. ഇതിൽ നിന്നൊരു മാറ്റം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുന്നല്ലോ. ഈ ഒരു മനുഷ്യൻ ഈ 30-30 വർഷമായിട്ട് ഇവിടെ സാമ്രാജ്യം ഉണ്ടാക്കി. ഈ ഒരുപാട് കേരളത്തിൽ സാധാരണ നമ്മൾ വടക്കേ ഇന്ത്യയിലെ വ്യവസായികൾ പറയുന്ന ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ അല്ലെങ്കിൽ വ്യവസായം നടത്തണമെങ്കിൽ ഒരുപാട് സാമർഥ്യം വേണം. ഇപ്പോൾ ഗുജറാത്തിലോ കർണാടകയിലോ ഉള്ളേക്കാളും 10 ഇരട്ടി സാമർഥ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇത് സത്യമാണ്. അതിപ്പോൾ CITUവിൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല. പൊതുവെ നമ്മുടെ അന്തരീക്ഷം അങ്ങനെയാണ്. നമ്മൾ ഓൺട്രപ്രണർഷിപ്പിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ചുറ്റുപാടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ നോക്കുകൂലി എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഞങ്ങളുമൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് ഞങ്ങളുമൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ട്രാൻസ്ഫറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇറക്കാനായിട്ട് ബോംബെയിൽ നിന്ന് 750 കൊടുത്താൽ എറണാകുളത്ത് നിന്ന് 5000 രൂപ ചോദിക്കും. ഇതാണ് അതിൻ്റെ തോത്. ആലോചിച്ച് നോക്കും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കുറച്ച് കട്ട ഇറക്കാനായിട്ട് അല്ലെങ്കിൽ മണലിറക്കാൻ ഇതെല്ലായിടത്തും ഈ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിഞ്ച് നമ്മളെല്ലാവരും അറിയുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു വ്യവസായി ഇപ്പം എല്ലാ വ്യവസായികളും കള്ളന്മാരാണ്, തട്ടിപ്പുകാരാണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ ഈ 45 വർഷം ഈ രംഗമായിട്ട് ഇടപെട്ടുള്ള ആളാണ്, ബാങ്കർ എന്നുള്ള നിലയിൽ. പക്ഷേ ഇതിൻ്റെ തട്ടിപ്പുകാരുണ്ട്, എല്ലാ രംഗത്തുള്ള രാഷ്ട്രീയത്തിലുമുണ്ട് തട്ടിപ്പുകാർ. പക്ഷേ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഈ ഇദ്ദേഹം ചെയ്തൊരു കാര്യം ആ ഒരു പരിതസ്ഥിതിയിൽ അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിൽ ഈ പെട്ടി ട്രാൻസ്ഫറായി വരുമ്പോൾ പെട്ടി ഇറക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ ഞാനും ചെയ്യും അത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹെൽപ്ലെസ് ആയി പോവുകയാണ്. അപ്പോൾ എനിക്ക് പലയിടത്തും ഈ ഇവരെ പാർട്ടിക്കാരെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞ് എല്ലാവരും സഹായിക്കും. പക്ഷേ എല്ലാവർക്കും സഹായിച്ചേക്കില്ല. യെസ്, ഞാൻ ഒരു കാര്യം ശ്രീ ചിറ്റിലപ്പള്ളി, ഇതിൽ ശ്രീ സേതു പറഞ്ഞ ആ അഭിപ്രായം, അതായത് കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങളെ ഉണ്ടാകുന്നുള്ളൂ എന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നില്ല എന്നൊരു ഘട്ടത്തിൽ ഒരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടെന്ന് നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്, നമുക്ക് ശ്രമിച്ചാൽ നമ്മുടെ വ്യവസായ സംരംഭം സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞു. അതേ താങ്കൾക്കാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായതും ശ്രീ സേതുവിനെ പോലുള്ള ആളുകൾ ആ പശ്ചാത്തലം വെച്ച് താങ്കളെ അക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോഴും പറയുന്നു, കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ തൻ്റെ അടുത്തോട് കൂടിയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള ചിന്താഗതിക്കാരനാണ്. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിനകത്ത് എത്രയോ സ്ഥാപനങ്ങൾ വളർന്നു വലുതായിട്ടുണ്ട്. V-Guard മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ വണ്ടർല മാത്രമല്ലല്ലോ, എത്രയോ സ്ഥാപനങ്ങൾ വളർന്നു വലുതായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ നയം വേണം, പിന്നെ കുറച്ചൊക്കെ ആത്മധൈര്യം വേണം,
കുറച്ചൊക്കെ തൻ്റെ ഇടം വേണം. അതൊക്കെ ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നം വന്നിട്ട് എങ്ങനെ പരിഹരിച്ചോ? ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ കയറ്റിറക്കിയ ജോലികൾ? ഇപ്പോഴും നമ്മുടെ കമ്പനിയുടെ തൊഴിലാളികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഹൈക്കോടതിയുടെ പെർമിഷൻ ഉണ്ട്. അത് വളരെ ക്ലിയർ അല്ലേ? അത് സുജയ്, ഘട്ടത്തിൽ ഒരു കാര്യം മാത്രം, മാനേജ്മെന്റ് വിദ്യാർത്ഥികളോട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ടാവണം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപക്ഷെ വ്യവസായ സംരംഭങ്ങളും തമ്മിലുള്ള കേരളത്തിൽ എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന മാനേജ്മെന്റ് തന്ത്രങ്ങളും ഉണ്ടായിക്കൂടെ അദ്ദേഹം കാണിച്ചതുപോലെയുള്ള? തീർച്ചയായിട്ടും. എനിക്ക് അദ്ദേഹം ഞാൻ ഈ വായിച്ചുള്ള അറിവാണ്, ഏതൊരു ലേബർ സ്ട്രൈക്കിന്റെ ഒരു തുടർക്കഥയായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സ് ചെയ്തത്. ശരിയാണോ സർ? അതായിരുന്നു. അത് ഇപ്പോഴല്ല, ഒരു 10-30 വർഷം മുമ്പ്. അതെ. അപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അവിടെയും ലൂസ് ഔട്ട് ചെയ്യുന്നത് കേരള എക്കണോമിയാണ് ലൂസ് ഔട്ട് ചെയ്യുന്നത്. അത് ഈ ആരായാലും, അതിന് കാരണഭോഗർ ആരായാലും അവർ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഒത്തിരി വിദ്യാഭ്യാസമുള്ള വ്യക്തികളുണ്ട്. അവർക്ക് തൊഴിൽ അവസരം സാറിനെ പോലെയുള്ള ആൾക്കാർ ഓഫർ ചെയ്യുമ്പോൾ, ഒരു സ്വർണ്ണ പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ അതിനെ എന്താ പറയുക, എതിർക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് കുറേ യൂണിറ്റ്സ് കേരളത്തിലുണ്ട്, കുറച്ച് യൂണിറ്റ്സ് കേരളത്തിൻ്റെ വെളിയിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് പൈസ. അതെനിക്ക് തോന്നുന്നു സാറിനെ പോലെയുള്ള ആൾക്കാരെ വിചാരിച്ചാൽ തന്നെ ഇതിനൊരു അന്ത്യം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഓ ഷുവർ ഷുവർ സർ. ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചു, കന്യാസ്ത്രീ മഠത്തിൽ പണിയെടുപ്പിക്കുന്നുണ്ട്, നക്കാപ്പിച്ച കാശ് കൊടുത്തുനിന്ന് പണിയെടുപ്പിക്കുന്നുണ്ട്, ചില ഗാർമെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്, ഇല്ലെന്ന് നിഷേധിച്ച കാര്യം ഞാൻ മനസ്സിലാക്കി. ഞാനും തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടി കഴിഞ്ഞ 5 വർഷം ഭരിച്ചു, അതിന് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും 5 വർഷം ഭരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ പോയി ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അവിടെ ESI കൊടുക്കുന്നുണ്ടോ, മിനിമം വേജസ് കൊടുക്കുന്നുണ്ടോ, പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ടോ, ബോണസ് കൊടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൂടാ? എന്റെ പാർട്ടിയുടെയും എന്റെ സംഘടനയുടെയും ഒരു ദൗർബല്യമായിട്ട് കണക്കാക്കും. ഓക്കെ, അതെ, ദൗർബല്യമാണത്. അത് തിരുത്താം കേട്ടോ. കൊച്ചൗസ് ഇപ്പോൾ പറഞ്ഞ കാര്യത്തിൽ തിരുത്താം, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് മറുപടി പറയുന്നില്ല. അവിടെ നിങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ വളരെ നിസ്താരമായ കൂലി കൊടുത്തിട്ട് പല സാധനം ഉണ്ടാക്കിയെന്ന് എനിക്കറിയും. കന്യാസ്ത്രീ മഠത്തിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ 4, 5, 6, 7, 8 മണിക്കൂർ പണിയെടുത്തിട്ട് 2 രൂപ കിട്ടിയാലും 3 രൂപ കിട്ടിയാലും അവർക്ക് ലാഭമായിട്ട് കണക്കാക്കാം. അത് നല്ലവണ്ണം ഉപയോഗിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യനാണ് കൊച്ചൗസേപ്പ്. പറഞ്ഞ സ്ഥിതിക്ക് പ്രമോദ്, എനിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് വി-ഗാർഡിന്റെ ഔട്ട്സോഴ്സിംഗ് യൂണിറ്റുകൾ ധാരാളമുണ്ട്. കേരളത്തിലുണ്ട്, ബാക്കി തമിഴ്നാട്ടിലുണ്ട്, ആന്ധ്രയിലുണ്ട്. അത് പലതും വിമൻസ് ചാരിറ്റബിൾ സൊസൈറ്റീസാണ്. സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവരെ ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. അവിടെ ഒക്കെ അവർ ഞങ്ങൾ ആസ് എ എന്താ പറയുക, പ്രൈം എംപ്ലോയർ എന്നുള്ള നിലയ്ക്ക് അവരുടെ അവിടെ ESI കൊടുത്തിരിക്കണം, പ്രോവിഡന്റ് ഫണ്ട് കൊടുത്തിരിക്കണം, മിനിമം വേജസ് കൊടുത്തിരിക്കണം. അതിൽ കുറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ നടക്കില്ല. കാരണം എത്ര പേരെ പറ്റിക്കാൻ പറ്റും? മഠത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ESI കൊടുക്കുന്നുണ്ട്, പ്രോവിഡന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവിടെ പോയി അന്വേഷിക്കാൻ നമുക്ക് ഒന്നിച്ചു പോയി അന്വേഷിക്കാം. ഈ ചർച്ചയിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം അത് ചെയ്യാം. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം മുതലാളിമാർക്ക് വേണമെന്നാണ് വാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളത്. ബേസിക് ആയിട്ടുള്ള അതാണ്.